എല്ലാം പേജസുകളായിട്ടാണ് അല്ലേ. അതായത് ഇൻ്റർനെറ്റിൽ നമുക്ക് എന്താ സെർച്ച് ചെയ്യാൻ പറ്റുമ്പോൾ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് എല്ലാം നമുക്ക് തരുന്നത് അല്ലെങ്കിൽ കാണാൻ പറ്റുന്നതെല്ലാം വെബ് പേജുകളുടെ രൂപത്തിലാണ്. അപ്പോൾ ഇതാണ് വെബ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെബ് പേജ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്റ്റാറ്റിക് വെബ് പേജസും ഉണ്ട്, 2 ഡൈനാമിക് വെബ് പേജസും ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും. നമുക്ക് സിംപ്ലി അതെന്താണെന്ന് പറഞ്ഞുതരാം. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്കിൽ നമുക്ക് ആദ്യം സ്റ്റാറ്റിക് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇവിടെ എന്താ, ഒരു ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ഉണ്ട്, ഒരു വെബ് സെർവർ ഉണ്ട് അല്ലേ. അതായത് സ്റ്റാറ്റിക് വെബ് പേജിൻ്റെ ഇതിലും ഡൈനാമിക് വെബ് പേജിൻ്റെ റിക്വസ്റ്റിലും 2 സർക്കിൾ ചെയ്തിട്ട് 2 ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ സ്റ്റാറ്റിക് ആയിട്ടും രണ്ടാമത് ഉള്ളത് ഡൈനാമിക് ആയിട്ടും എടുക്കുക. സ്റ്റാറ്റിക്കിൽ ഒരു കമ്പ്യൂട്ടർ ഇപ്പം ഞാൻ ഒരു സ്കൂളിൻ്റെ വെബ്സൈറ്റ് നോക്കുകയാണ്. ആ സ്കൂളിൻ്റെ ABC എന്നാണ് പേരെങ്കിൽ ABC സ്കൂളിൻ്റെ വെബ്സൈറ്റ് ഞാൻ നോക്കി, എല്ലാ പേജസുകളും നോക്കി. അതിൽ ഫസ്റ്റിനൊരു ഹോം പേജ് ഉണ്ട്, പിന്നെ ഒരു അഡ്രസ്സിൻ്റെ പേജ് ഉണ്ട്, എബൌട്ട് സെക്ഷൻ ഉണ്ട്, ഇമേജസിൻ്റെ പേജ് ഉണ്ട്. അങ്ങനെ എല്ലാ പേജുകളും വെബ്സൈറ്റുകളും നോക്കി. അത് കഴിഞ്ഞ് കുറേ നാൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനത് എടുത്ത് നോക്കുമ്പോൾ എന്താ ഉണ്ടാവുക, എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ അതിൽ? ഞാൻ നേരത്തെ കണ്ടത് എന്താണോ അത് തന്നെ ആയിരിക്കും ഇതിൽ കാണുക അല്ലേ. അതാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോൾ എടുത്ത് നോക്കിയാലും ആ വെബ് പേജിലുള്ള കണ്ടൻറ്റുകൾ അതുപോലെ തന്നെ ഉണ്ടാവും. എപ്പോഴാണോ അത് ഡിസൈൻ ചെയ്തിട്ടുള്ള ആൾ അതിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റുന്നത്, കണ്ടൻറ്റും ലേഔട്ടൊക്കെ എപ്പോഴാണോ മാറ്റുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് ആ മാറ്റം കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ എടുത്ത് നോക്കിയാലും ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് പേജ് എപ്പോഴും അതുപോലെ തന്നെ ഇരിക്കും. അത്തരത്തിലുള്ള വെബ് പേജുകളെയാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയാം. മനസ്സിലായോ? ക്ലയൻറ്റ് കമ്പ്യൂട്ടർ വെബ് സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് അയക്കുന്നു. വെബ് സെർവർ ആ റിക്വസ്റ്റിൻ്റെ വെബ് പേജിനെ നമുക്ക് തിരിച്ചയച്ചു തരുന്നു. ഇത് എപ്പോൾ തിരിച്ചയച്ചാലും എന്തായിരിക്കും, സെയിം കണ്ടൻറ്റിൻ്റെ ഏരിയയിൽ കാണുക. അത്തരത്തിലുള്ള വെബ്സൈറ്റാണ് സ്റ്റാറ്റിക് വെബ്സൈറ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് വെബ് പേജ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേറൊരു എക്സാമ്പിൾ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഷോപ്പ്, ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എന്തെങ്കിലും ഒരു വലിയൊരു ഷോപ്പോ എന്തെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വെബ് പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നോക്കുമ്പോഴും കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴും കാണുന്ന